കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം തിരുവചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് എന്തിന് എന്നതിനെക്കുറിച്ചാണ്. അല്പമായി ചിന്തിക്കുവാൻ തക്കണമിടയാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുവാൻ തക്കണമിടയായി. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ സഭയോടുള്ള ഒരു വലിയ ദൂതാണ് നമ്മളിവിടെ വായിക്കുവാൻ തക്കണമിടയായി. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് എന്നാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നാം ഈ ലോകത്ത് ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായത്. ദൈവത്തിൻ്റെ മന്ദിരം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറയുന്നത്. അപ്പം നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന ഒരു മന്ദിരമായി തീരണം എന്നതിനു വേണ്ടിയാണ് എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മെ ഓർമ്മിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ ആരായിരിക്കണം? 24-ാമത്തെ വാക്യം പറയുന്നത് ദൈവസന്നദ്ധിയിൽ നമ്മൾ വസിക്കുന്നവരായിരിക്കണം. നമ്മൾ ഇനിയും ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി മനുഷ്യർക്ക് ദാസന്മാരാകരുത്, നമുക്ക് അവർക്ക് അടിമകളായി തീരരുത്. നാം പിന്നെ ആരായിരിക്കണം? ആമേ ദൈവസന്നദ്ധിയിൽ വസിക്കുന്നവരായിരിക്കണമേ എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുവാൻ തക്കണമിടയാകുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലൂടെ ഓർപ്പിക്കുന്നത് നമ്മെ എവിടെ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് പറയുവാൻ തക്കണമിടയായത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപമായിരിക്കുന്ന ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? ന്യായപ്രമാണമാകുന്ന ശാപത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായത്. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. നാം എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? നാം പുത്രത്വം പ്രാപിക്കണം. അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്ക നിലയിൽ പുത്രത്വം പ്രാപിക്കുവാനാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായത്. ഈ നല്ലൊരു അനുഭവത്തിലേക്ക് എത്തപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയ ഭാഗ്യകരമായ പദവികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ ലേഖനത്തിലൂടെ വായിക്കുന്നത് കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത്രമാത്രം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു പുത്രത്വം നമുക്ക് നൽകി തന്ന ആ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാത്രേ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കണമിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ വിലയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ നമ്മുടെ കർത്താവ് കൊടുക്കുവാൻ തക്കണമിടയായത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ
ആടുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ വെക്കണമിടയായത്. നമ്മെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ ഉദ്ദേശം അവൻ ദൈവം മന്ദിരമായി ഇരിപ്പാനാണ്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെങ്കിൽ ആ ദൈവം മന്ദിരമായിട്ട് നമുക്ക് ഇരിപ്പാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പത്രോസ് പറയുന്നുണ്ട്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാരും ദുരിഷ്ടക്കന്മാരും ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുവാൻ വെക്കണമിടയാകും. ഇത് തിരിച്ചറിവുള്ളവരായിരിക്കണം. കള്ളപ്രവാചകന്മാരെയും കള്ളക്രിസ്തുക്കളെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ മന്ദിരമായി നമുക്ക് ജീവിക്കുവാൻ ഇടയായി തീരണം. വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ തക്കണം കഴിയുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മുമ്പിൽ അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും പാടുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹോദര കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവനെ അർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ അനുഭവമാണ് നമുക്കിവിടെ വായിക്കുവാൻ തക്കണമിടയായത്. അവർ പറയുന്നു, അവരെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നു, നമ്മെ സാത്താന്റെ അധീനയിൽ നിന്ന്, പാപത്തിന്റെ അധീനയിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ അധീനയിൽ നിന്ന് ഹല്ലേലൂയ അവിടെ ദൈവം നമ്മെ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥന